GCCയിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ. GCCയിൽ 6 രാജ്യങ്ങളാണുള്ളത്. എന്നാൽ സൗദി അറേബ്യയുടെ ഒരു എയർപോർട്ടിൻ്റെ മാത്രം വലിപ്പമുള്ള രാജ്യവും GCCയിലുണ്ട്. അതാണ് ബഹ്റൈൻ. ദമാം എയർപോർട്ടിൻ്റെ ലാൻഡ് ഏരിയയുടെ അതേ വലിപ്പമാണ് ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്. ദമാം എയർപോർട്ടിൻ്റെ പ്ലാനിംഗ് നടക്കുന്നത് 1976-ലാണ്. 1999 അത് ഓപ്പൺ ചെയ്തു. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ദമാം എയർപോർട്ടാണ്. 776 കിലോമീറ്റർ സ്ക്വയറാണ് ദമാം എയർപോർട്ടിൻ്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ 37 കിലോമീറ്റർ സ്ക്വയർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. എന്നാലും ദമാം എയർപോർട്ടിൻ്റെ വലിപ്പം നോക്കുമ്പോൾ നമ്മുടെ മുംബൈയെ ദമാം എയർപോർട്ടിന് അകത്തേക്കും വേണമെങ്കിൽ മാറ്റി സ്ഥാപിക്കാം. കാരണം മുംബൈ സിറ്റി അതിനേക്കാളും ചെറുതാണ്. പാരീസ് പട്ടണത്തിൻ്റെ 7 ഇരട്ടി വലിപ്പം വരും ദമാം എയർപോർട്ട്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ അതേ വലിപ്പം, ചെന്നൈ നഗരത്തിൻ്റെ 2 ഇരട്ടി. കൊച്ചിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചിയുടെ 8 ഇരട്ടി വരും ദമാം എയർപോർട്ട്. പക്ഷേ എയർപോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ദൻവർ എയർപോർട്ടാണ്. ദൻവർ എയർപോർട്ട് USA കൊളറാഡോ സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊളറാഡോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ന്യൂയോർക്കിനെ പോലെയൊന്നും നമ്മൾ കേട്ടു പരിചയമില്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിരിക്കും USA. പക്ഷേ എങ്കിലും USA മധ്യത്തിലായിട്ട് വരുന്ന ദൻവർ പട്ടണത്തിലാണ് മറ്റൊരു രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏരിയ എയർപോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോഴും സിംഗപ്പൂർ പട്ടണത്തിനേക്കാളും വലിപ്പമുള്ള ദമാം എയർപോർട്ട് 90% ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. എയർപോർട്ടിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയ സ്ഥലത്തിൻ്റെ അളവ് നോക്കുമ്പോൾ ലോകത്തിലെ ആദ്യ 10 എയർപോർട്ടുകളിൽ പോലും ദമാം എയർപോർട്ട് വരുന്നില്ല. പക്ഷേ സൗദി അറേബ്യയിലെ എയർപോർട്ടുകളിൽ പാസഞ്ചേഴ്സിൻ്റെ ബോർഡിങ്ങിൻ്റെ അടുത്ത് വരെ വിസിറ്റേഴ്സിന് പോകാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ദമാം എയർപോർട്ട് മാത്രമാണ്. മറ്റുള്ള എയർപോർട്ടുകളിലൊന്നും ബോർഡിംഗ് ഗേറ്റ് വരെ മറ്റ് വിസിറ്റേഴ്സിന് പോകാൻ അനുവാദമില്ല. അതും കൂടെ ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. പ്രത്യേകിച്ച് സൗദിയിലെ പ്രവാസികൾ, കൂടുതലായി ദമാം എയർപോർട്ടിന് ഉപയോഗപ്പെടുന്ന പ്രവാസികൾ.